ഈ മണൽ മാഫിയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം മണൽ മാഫിയൊക്കെ വലിയ തോതിൽ ഉണ്ടാവുകയും അവരുടെ അതിക്രമവും ഒക്കെ കാണുകയും അതിനെയൊക്കെ പൂർണ്ണമായും തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുകയും ചെയ്താണ്. ഇപ്പോൾ വീണ്ടും അത് സജീവമാകുന്നു എന്നുള്ള വിവരം കൂടിയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ മണൽ മാഫിയയുമായിട്ടുള്ള പോലീസിന്റെ ബന്ധം എങ്ങനെയാണ് ഈ മണൽ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നത് കേരള പോലീസ്? മണൽക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കളങ്കിതരായ കുമ്പള പോലീസ് കർശന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ കടപ്പുറത്തും ഷിറിയാപ്പുഴയുടെ തീരത്തുമാണ് വ്യാപക പരിശോധന നടത്തിയത്. ടൺ കണക്കിന് മണൽ പിടിച്ചെടുത്തു. ഇവ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുഴകളിലേക്ക് തന്നെ തിരികെ തള്ളി. മണൽ കടത്തുന്നതിനുള്ള വാഹനങ്ങളും മണലൂറ്റുന്നതിനുള്ള ഉപകരണങ്ങളും കസ്റ്റഡിയിലെടുത്തു. എന്തായാലും സ്റ്റേഷനിലെ 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിനകം തന്നെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. SI അടക്കമുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കിറങ്ങുന്ന വിവരം മണൽക്കടത്ത് സംഘങ്ങളെ കൃത്യമായി അറിയിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഒപ്പം മണൽക്കടത്ത് സംഘങ്ങളിൽ നിന്നും മാസപ്പടിയടക്കം ഇവർ സ്വീകരിക്കുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പോലീസുകാരുടെ മണൽ മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തി. കാസർഗോഡ് SMS ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം. ഇതുതന്നെയായാലും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ഒരു വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മണൽ വേട്ടക്കാർ അല്ലെങ്കിൽ മണൽ മാഫിയയെ പൂർണ്ണമായും പൂട്ടാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള അതിക്രമത്തിന് അല്ലെങ്കിൽ കട്ടുമുടിക്കുന്ന കാര്യത്തിൽ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് ഒരാശ്വാസം.